ശിവശങ്കർ, മലപ്പുറത്ത് സ്വർണ്ണക്കടത്ത്, ഹവാല പണം എന്നിവ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ആണെന്ന മുഖ്യമന്ത്രിയുടെ അഭിമുഖ പരാമർശത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ വിശദീകരണം തേടിയിട്ടുണ്ടല്ലോ. ആരാണ് ഇതിന് പിന്നിൽ, എന്ത് നടപടിയെടുത്തു? 2 ദിവസത്തിനകം സർക്കാർ വിശദീകരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഹിന്ദുവിനെ പഴി പറഞ്ഞും മാധ്യമങ്ങളെ പഴി പറഞ്ഞുമൊക്കെ തൽക്കാലം രക്ഷപ്പെട്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് മുഖ്യമന്ത്രി വിചാരിക്കുന്നത്. പക്ഷേ എങ്കിൽ ഗവർണർക്ക് എന്ത് വിശദീകരണം കൊടുക്കും? ഞാൻ വിശ്വസിക്കുന്നില്ല ഗവർണർക്ക് 2 ദിവസം മറുപടി കൊടുക്കുമെന്ന്. അല്ലെങ്കിൽ കൊടുത്താൽ തന്നെയും അതിനെ കുറേ കേസുകളുടെ എണ്ണവും ബാക്കി കാര്യങ്ങൾ പറയും. എന്നിട്ട് അത് കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റായ നയങ്ങൾ മൂലമാണ് സംസ്ഥാനത്തേക്ക് കള്ളക്കടത്ത് നടത്തുന്നത് ഈ 2 കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം വഴിയാണെന്നും അതുകൊണ്ട് അത് കസ്റ്റംസിൻ്റെ തലയിലാണെന്നും അതുകൊണ്ട് ഗവർണർ രാജിവെക്കണമെന്നായിരിക്കും മുഖ്യമന്ത്രിയും അതേപോലെ തന്നെ ശ്രീ ഗോവിന്ദ മാഷും നാളെ പത്രസമ്മേളനം നടത്തി പറയാൻ പോകുന്നത്. അതായിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ അക്കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഇപ്പോൾ ഇവിടെ പറഞ്ഞ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നില്ല എന്ന് വളരെ ശരിയാണ്. ഇപ്പോൾ കേരളത്തിലൊക്കെ നമുക്കറിയാം ബ്രാഞ്ച് സമ്മേളനം നടക്കുന്നില്ല. പക്ഷേ പാണ്ഡ്യാല ഷാജി പറഞ്ഞത് ഒരു കാര്യം ശരിയാണ്, ബ്രാഞ്ച് ഇല്ലെങ്കിലും പോളിറ്റ് ബ്യൂറോ ഉണ്ടാവും, അങ്ങോട്ടുള്ള ഇടിയും ഉണ്ടാവും. കാരണം കുറച്ച് നാളും കൂടി ഈ സാധനം എങ്ങനെയെങ്കിലും കൊണ്ടേ നടക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഇവരിൽ കാര്യമായിട്ടുണ്ട്. അനിൽ, നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത്തരം രാഷ്ട്രീയങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും ഇതിൻ്റെ പുറകിൽ മറ്റൊരു രാഷ്ട്രീയം കൂടി നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു തിയറി വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങളും കേട്ടിട്ടുണ്ടാവും, കേരളത്തിലെ UDF LDF ഒരു സിസ്റ്റത്തിൽ കാര്യമായ വ്യതിയാനം വരുന്നു. ഇപ്പോൾ ശ്രീകുമാർ സാർ അത് അംഗീകരിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏതായാലും CPIക്ക് കാര്യമായ മനം മാറ്റം ഉണ്ടായിരിക്കുന്നു. അവർക്ക് ഒരു കേന്ദ്രത്തിൽ അല്ലെങ്കിൽ സംസ്ഥാനത്തിലെ ഈ CPMൻ്റെ കൂടെ നിൽക്കുന്നതിനേക്കാൾ നല്ലത് സെൻറ്ററിലേക്ക് കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുകയാണ്, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലും കോൺഗ്രസിൻ്റെ ഒപ്പം നിൽക്കുന്നതാണ് നല്ലത്. അതിൻ്റെ ഭാഗമായി കേരളത്തിലും UDFലേക്ക് മാറാൻ, CPMൽ നിന്ന് മാറാനായിട്ട് CPI ശ്രമിക്കുന്നു എന്ന് കാര്യമായി സംസ്ഥാനത്തെയും അതുപോലെ തന്നെ കേരളത്തിലെയും പത്രപ്രവർത്തകരടക്കം CPI ആയിട്ട് അടുത്ത ബന്ധമുള്ള ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചിലപ്പോൾ പഴയൊരു തിയറിയായ മുസ്ലിം ലീഗ് തിരിച്ച് അറിയാലോ. അല്ലേ, നോക്കൂ, പാർട്ടി സെക്രട്ടറി ബിനോയ് വിശ്വം മുഖ്യമന്ത്രിയെ AKG സെൻറ്ററിൽ പോയി കാണുന്നു. മന്ത്രി K രാജൻ അതായത് അജിത് കുമാറിനെതിരെ നടപടിയെടുക്കാത്തതിനെ വിമർശിക്കുന്നു. ഇങ്ങനെ പറയാന്നല്ലാതെ, ഇങ്ങനെ കരിയാന്നല്ലാതെ ഒന്നും നടക്കുന്നില്ലല്ലോ. അല്പമെങ്കിലും ആത്മാഭിമാനം ഉണ്ടെങ്കിൽ അവരെന്നേ ഈ മുന്നണി വിട്ട് പുറത്തു പോകേണ്ടതാണ്. അതുകൊണ്ട് CPI അവരുടെ പരിദേവനം തുടരും, കരഞ്ഞ് മുന്നോട്ട് പോകുന്നല്ലാതെ വേറെ മാർഗമില്ലല്ലോ. വിട്ടിട്ട് പോയാൽ ഞാൻ മനസ്സിലാക്കുന്നത് CPIയുടെ 39 പേർ പോയാലും മറ്റൊരു മന്ത്രിസഭ ഉണ്ടാക്കാൻ പറ്റില്ല, പുറത്തുനിന്ന് പിന്താങ്ങിയാൽ പറ്റില്ല എന്നുള്ളത് കൊണ്ടും മറ്റ് 4 പേരെയും കൂടി സംഘടിപ്പിക്കാനുള്ള സമയവും അതിന് വേണ്ടുന്ന സമയവും പണവും കൂടി കാത്തിരിക്കുകയാണ് എന്നുള്ള ഒരു തിയറിയും പുറത്തുണ്ട്. ഏതായാലും കുറച്ച് നാളെ കാത്തിരിക്കണം. അൻവറും അതിൻ്റെ ഭാഗമായേക്കാം. അങ്ങനെയാണെങ്കിൽ CPIക്ക് അല്ലെങ്കിൽ ബിനോയ് വിശ്വത്തിന് മുഖ്യമന്ത്രിയാകാനുള്ള ഒരു ആഗ്രഹ പൂർത്തീകരണവും കൂടി ഒരു 1.5 വർഷത്തേക്ക് നടന്നേക്കും എന്നുള്ള ധാരണയുണ്ട്. പുറത്തുനിന്ന് UDF പിന്താങ്ങും എന്നുള്ള ഒരു തിയറി അത് ഉണ്ട്. ഞാനത് ശരിയാണോ തെറ്റാണോ എന്ന് എനിക്കറിയില്ല. അത്തരത്തിലുള്ള ചർച്ചയും നടക്കുന്നു എന്ന് ഞാൻ കേൾക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ അത് അവിടെ വിട്ട്, ചിലപ്പോൾ ചർച്ചയായിരിക്കാം, ചിലപ്പോൾ തെറ്റായിരിക്കാം, എൻ്റെ ഭാഗത്തു നിന്നുള്ള തെറ്റായ ഒരു സന്ദേശമായിരിക്കാം അത്. ഏതായാലും അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് ഹിന്ദു പത്രം ഇത്തരത്തിൽ തൻ്റെ മുഖ്യമന്ത്രിയെ, തങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗത്തെ തന്നെ ഇത്ര നിശിതമായി തെറ്റായ രീതിയിൽ കോട്ട് ചെയ്തിട്ടും CPM എന്തുകൊണ്ട് അങ്ങോട്ടൊരു പ്രകടനം നടത്തുന്നില്ല? സാധാരണഗതിയിൽ മറ്റ് പത്രങ്ങളായാൽ ഇന്ന് ആ പത്രങ്ങൾക്കെതിരെ എത്ര രൂക്ഷമായ വിമർശനവും അങ്ങോട്ടുള്ള പ്രകടനവും ഗ്രാമങ്ങളിൽ അത്തരം പത്രം കത്തിക്കലൊക്കെ നടക്കില്ലേ? പക്ഷേ എന്തുകൊണ്ടാണ് ഹിന്ദു പത്രത്തെ ചെയ്യാത്തത്? അതുകൊണ്ട് ഇദ്ദേഹം അത് ചെയ്തത് തന്നെയാണ്, അല്ലെങ്കിൽ പാർട്ടി അറിഞ്ഞെങ്കിലുമാണ് ചെയ്തത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഒരു കാര്യം കൂടി ഞാൻ ഇതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ മറ്റുള്ള എല്ലാവരും പറയുമ്പോൾ ഇപ്പോൾ LDFൻ്റെ ഓട്ടോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഓട്ടോ BJPയിലേക്ക് മറിയുന്നു എന്ന് പറയുമ്പോൾ ഇത് തിരിച്ച് BJP എന്ന് പറഞ്ഞാൽ BJP നേതാക്കൾ വോട്ട് മറിച്ച് വിൽക്കുന്നു എന്ന് പറയുന്ന നിരീക്ഷകർ കൂടിയുള്ള നാടാണ്. അതുകൊണ്ട് BJPക്ക് വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് എന്തോ വലിയ തെറ്റാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ തൃശ്ശൂർ പൂരം അട്ടിമറിക്കലിലൂടെ കിട്ടിയിരിക്കുന്നു എന്നുള്ള കഥകളൊക്കെ പറയുന്നു. ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നു, ഇത്തരം തൃശ്ശൂർ പൂരം എന്നുള്ള അട്ടിമറി എന്നുള്ള കഥ അത് തന്നെ ഈ CPIയും ഇവരും സൃഷ്ടിച്ചെടുത്തതാണ്. ഈ സംസ്ഥാനത്ത് ഇത്രയേറെ ചർച്ചയുണ്ടാക്കാനുള്ള കാര്യം നമുക്കറിയാം. തൃശ്ശൂർ പൂരം നടക്കുന്നത് 20-ാം തീയതി, ഏപ്രിൽ 20-ാം തീയതി. 26-ാം തീയതിയാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജൂൺ 5-ാം തീയതി വരെ ഇതിൻ്റെ റിസൾട്ട് വരുന്നത് വരെ ഇത്തരം ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ.
എവിടെന്നോ കൊണ്ടുവന്നിരുന്ന കോൺഗ്രസിൻ്റെ നേതാവ് മുരളീധരൻ വിജയിക്കുമെന്ന് ആത്മവിശ്വാസത്തോടെ പറയുകയും പ്രവർത്തിക്കുകയും ജൂൺ 5 വരെ അത് തങ്ങളുടെ എക്സിറ്റ് പോളിൽ അടിച്ച് വിതരണം ചെയ്തുകൊണ്ട് സംസ്ഥാനത്ത് BJP 3ാം കക്ഷിയായി മാത്രമേ തൃശ്ശൂരിൽ നിൽക്കുകയുള്ളൂ എന്നുവരെ പറഞ്ഞ പത്രമാധ്യമങ്ങളുമല്ലേ? അന്ന് ആരെങ്കിലും പറഞ്ഞു തൃശ്ശൂർ പൂരം BJP അട്ടിമറിക്കേണ്ട ഭാഗമായിട്ട് സുരേഷ് ഗോപി ജയിക്കും എന്ന് ഏതെങ്കിലും എക്സിറ്റ് പോളിലോ ഇന്നത്തെ പ്രതിപക്ഷ നേതാവോ അന്ന് പറഞ്ഞിരുന്നോ? വേണ്ട, അന്നത്തെ ഇൻ്റലിജൻസ് മേധാവി ഉണ്ടല്ലോ ഇപ്പോൾ ഈ അജിത്തിനെതിരെ അന്വേഷിക്കുന്നത്. ഈ ഇൻ്റലിജൻസ് മേധാവിക്ക് ഇത്തരം അന്വേഷണങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ഇൻഫർമേഷൻ കിട്ടിയിരുന്നില്ലേ? അന്വേഷണം നടന്നിരുന്നോ? ഇതൊന്നും മനസ്സിലാക്കാനില്ല. പക്ഷേ ഇതെല്ലാം പറയേണ്ട CPIഎമ്മിൻ്റെ നേതാവ് ഗോവിന്ദൻ മാഷ് ഇന്ന് നടത്തിയ പത്രസമ്മേളനമാണ് അതിലും വിചിത്രം. ഞാൻ ശ്രീകുമാർ സാർ പറഞ്ഞപ്പോൾ അദ്ദേഹം അത് പറയുമെന്ന് വിചാരിച്ചിരുന്നു. ഞാൻ വിചാരിച്ചത് ഗോവിന്ദൻ മാഷ് UN സെക്രട്ടറി ആയി എന്നാണ്. അദ്ദേഹം ആദ്യം തുടക്കത്തിൽ പറഞ്ഞത് ഇറാനെ ഇസ്രായേൽ ആക്രമിക്കുകയും അത്തരം ആക്രമണങ്ങൾ കൊണ്ട് ഒരു സൈനിക ശക്തിയുടെ ഭാഗമായി ഇറാന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ ശക്തിയായി അപലപിക്കുന്നു. അതിനുശേഷം റഷ്യക്കെതിരെ ഉക്രൈനെ US സഹായിക്കുകയും റഷ്യയെ തകർക്കുവാൻ ശ്രമിക്കുന്നു എന്നുള്ള ആരോപണം. ഇത്തരത്തിൽ UN-നെയും കടത്തിവെട്ടുന്ന രീതിയിലുള്ള അന്താരാഷ്ട്ര രാഷ്ട്രീയമാണ് ആദ്യം അദ്ദേഹം പറഞ്ഞു തീർത്തത്. ഞാൻ വിചാരിച്ചു ഇദ്ദേഹം ഇപ്പോൾ UN സെക്രട്ടറി ആയോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. പിന്നെ നട്ടാൽ മുളയ്ക്കാത്ത കുറേ നുണയും കൂടെ പറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ലോകത്തിൽ ഏത് കാലഘട്ടത്തിലും ജനാധിപത്യത്തെയും അതുപോലെ തന്നെ ബഹുസ്വരതയെയും വളർത്തിയെടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവും ഞങ്ങളുടെ സംഭാവനയാണ്. ലോകത്തിൽ തന്നെ ജനാധിപത്യത്തെ പിന്തുണച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളാണ് എന്ന് വരെ പറഞ്ഞു കളഞ്ഞു. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിറ്റ്ലർക്കെതിരെ ശക്തമായ നിലപാടെടുത്തു, ബ്രിട്ടനെതിരെ ശക്തമായ നിലപാടെടുത്തു. ആദ്യം റഷ്യയും സഖാവ് സ്റ്റാലിനും ഹിറ്റ്ലറും തമ്മിലാണ് എഗ്രിമെൻ്റ് ഉണ്ടാക്കിയത്. ഇതാർക്കും അറിഞ്ഞിടാത്തത്? 1939 ഓഗസ്റ്റ് 23 ഇത് കേൾക്കുന്നവർക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഹിറ്റ്ലറും റഷ്യയുമായിട്ട് ഉടമ്പടി ഉണ്ടാക്കി. എന്നിട്ടാണ് അവരെ മറ്റുള്ളവരെ ആക്രമിച്ചത്. ഈ പോളണ്ടിനെയും ഒക്കെ ആക്രമിക്കാൻ പോയത്. ഒരു രാജ്യത്തെ കിഴക്ക് ഭാഗത്തുനിന്നും പടിഞ്ഞാറ് ഭാഗത്തുനിന്നും ജർമ്മനി ആക്രമിച്ചപ്പോൾ പുറകിൽ നിന്ന് ആക്രമിച്ച ചരിത്രമുള്ളവരാണ് റഷ്യ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി, സ്റ്റാലിൻ്റെ പാർട്ടി. എന്നിട്ട് പറയുകയാണ് ഞങ്ങൾ ഹിറ്റ്ലറുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ഇങ്ങനെ ചരിത്രത്തെ വളച്ചൊടുക്കുകയും നുണയും പറയുന്ന ഒരു നേതാവായി ഗോവിന്ദൻ മാഷ് മാറി എന്നുള്ളതിൽ വളരെ ഒരു വിഷമമുണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും കമ്മ്യൂണിസ്റ്റുകാർ അതിനെ പിന്തുണയ്ക്കുന്നതിൽ അതിനേക്കാൾ സങ്കടമുണ്ട്. എന്നിട്ട് പറയുകയാണ് വർഗീയതയെ ഞങ്ങൾ ചെറുക്കും, ന്യൂനപക്ഷ വർഗീയതയും ഹിന്ദു വർഗീയതയും ഭൂരിപക്ഷ വർഗീയതയും ഞങ്ങൾ എതിർക്കും. ആരെ കൂടെ വെച്ചുകൊണ്ടാണ്? INL-നെ കൂടെ വെച്ചുകൊണ്ട്. ഇന്ത്യൻ നാഷണൽ ലീഗിന് മുസ്ലിം ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു വന്ന് സംസ്ഥാനത്ത് വലിയ വർഗീയ കലാപം സൃഷ്ടിക്കുവാനായിട്ടുള്ള വലിയ ശ്രമങ്ങൾ നടത്തിയ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് കൂട്ടുന്ന INL-നെ കൂട്ടുപിടിച്ചുകൊണ്ട് പറയുകയാണ് ഞങ്ങൾ മതനിരപേക്ഷ ശക്തിയാണ്, ഞങ്ങൾ ഇവിടുത്തെ മതന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കുവാൻ ഹിന്ദു വർഗീയതയെ തകർക്കുവാനായിട്ട് ഒരുമിച്ച് പോരാടുന്നു, മതന്യൂനപക്ഷങ്ങളെ അല്ലെങ്കിൽ മതവർഗീയവാദത്തെ ഞങ്ങൾ എതിർക്കുന്നു എന്ന് പറയുന്നത്. ഇതെവിടുത്തെ ന്യായമാണ്? ജനങ്ങൾ ചോദിക്കില്ലേ? അങ്ങനെയാണ്. ഇതാണ് CPM-ൻ്റെ ഒരു നയം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി മുന്നോട്ട് വയ്ക്കുന്ന ഈ ആശയം. എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഞങ്ങൾക്ക് PR ഏജൻസി ഇല്ല. PR ഏജൻസി ഇല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ഇവിടെ പ്രസ് റിലീസിൻ്റെ ഭാഗമായും ബഡ്ജറ്റിലും കൃത്യമായിട്ട് പറയുന്നുണ്ട്. കഴിഞ്ഞ 2 വർഷങ്ങൾക്ക് മുമ്പ് ചരിത്രത്തിൽ ആദ്യമായി കൺസെപ്റ്റ് കമ്മ്യൂണിക്കേഷൻ എന്നുള്ള PR ഏജൻസിയെ വെക്കുവാൻ സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിൽ നിന്ന് 1.5 കോടി രൂപ ചെലവാക്കിയായി ബഡ്ജറ്റ് രേഖകളിലുണ്ട്. അപ്പം ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ എത്രയോ തവണകളായി PR ഏജൻസിയെ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിക്കും മറ്റുള്ള ചില തിരഞ്ഞെടുക്കപ്പെട്ട നേതാക്കൾക്കും മന്ത്രിമാർക്കും വേണ്ടിയിട്ട് PR ഏജൻസിയെ വെച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ ആദ്യമായി 1.5 കോടി രൂപ കൺസെപ്റ്റ് ഏജൻസ് കമ്മ്യൂണിക്കേഷൻസ് എന്ന ബോംബെ സ്ഥാപനത്തിന് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഇവർക്കും നൽകുന്നുണ്ട്. ഇത് ആർക്കും അറിഞ്ഞുകൂടാത്തത്? ഇത്തരത്തിൽ നുണ പറയുവാൻ വേണ്ടി മാത്രം ജനങ്ങൾക്ക് പോയിട്ട് പോലും ഈ കാര്യങ്ങൾ അന്വേഷിക്കുവാൻ സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയോ അല്ലെങ്കിൽ ശ്രീ ഗോവിന്ദൻ മാഷോ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സത്യം. പിന്നെ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു. തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ തൃശ്ശൂർ പൂരം ആദ്യം കലക്കിയതിന് കുട പിടിച്ചുകൊണ്ട് എന്നെ വിജയിപ്പിച്ചത് സുനിൽകുമാറാണ് എന്നെ തൃശ്ശൂർ പൂരമാണ് ജയിപ്പിച്ചതെന്ന് ശ്രീ സുനിൽകുമാർ 2016 പറഞ്ഞിട്ടില്ലേ? അന്നും ഇവിടെ പ്രശ്നമുണ്ടായിരുന്നു. അതിനുശേഷം വീര സവർക്കറിൻ്റെ കൊടി ഉയർത്തിയപ്പോൾ ആരാണ് അതിനെ തകർക്കാൻ ശ്രമിച്ചത്? അതിനുശേഷം ഒരാനപ്പുറത്ത് മാത്രമേ എഴുന്നള്ളിപ്പുണ്ടായിരുന്നുള്ളൂ പറഞ്ഞ് അതിനുശേഷം അവിടെ പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അന്ന് ആരാണ് തൃശ്ശൂർ പൂരത്തെ തകർക്കാൻ ശ്രമിച്ചത്? അതുപോലെ തന്നെ ഓരോ കാലഘട്ടത്തിലും കഴിഞ്ഞ എത്രയോ തവണയായി തൃശ്ശൂർ പൂരത്തിൻ്റെ നേരെ ഇത്തരത്തിലുള്ള CPM-ൻ്റെയും ഇടതുപക്ഷ നേതാക്കളുടെയും കാര്യമായ രീതിയിലുള്ള ആക്രമണമുണ്ടായിരുന്നു.
ഇത്തവണ തന്നെ കണിമംഗലത്ത് ശാസ്താവ് വന്നപ്പോൾ 10 മണിക്ക് രാവിലെ അത് തടയാൻ ശ്രമിച്ചില്ലേ പോലീസ്? അപ്പോൾ ഓടി വന്നില്ലേ സുനിൽകുമാർ? ഞാനിതാ തൃശ്ശൂർ സംരക്ഷിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് പറഞ്ഞല്ലോ. എന്തുകൊണ്ട് അപ്പോൾ അന്വേഷണം ആവശ്യപ്പെട്ടില്ല? അന്നും ഇതേ പോലീസുകാർ തന്നെയായിരുന്നല്ലോ ആ സമയത്തും. 10 മണിക്ക് ശേഷം രാത്രി ഇതേ പ്രശ്നമുണ്ടായപ്പോൾ സുനിൽകുമാറിനോടും ശ്രീ മുരളീധരനോടും കെ മുരളീധരനോടും അങ്ങോട്ട് വരണ്ടായെന്ന് ആരെങ്കിലും പറഞ്ഞു? കിടന്നുറങ്ങിപ്പോയി എണീപ്പിച്ചാൽ ശ്രമിച്ചിട്ടും എഴുന്നേക്കാൻ പറ്റാത്ത കുംഭകർണ നിദ്രയിലായ പോയ 2 സ്ഥാനാർത്ഥികളെ ഞങ്ങൾ എന്ത് ചെയ്യണം? സുരേഷ് ഗോപി അവിടെ വന്നു കാര്യങ്ങൾ സംസാരിച്ച് രമ്യതയിൽ തീർത്തു എന്നുള്ളത് കൊണ്ട് എങ്ങനെയാണ് അത് തൃശ്ശൂർ പൂരം കലക്കലാൻ ശ്രമിക്കുന്നത്? എങ്ങനെയാണെങ്കിൽ കലക്കിയെങ്കിൽ ആ വോട്ടുകൾ സത്യത്തിൽ CPM-നെതിരെയുള്ള ഭരണകക്ഷത്തിനെതിരെയുള്ള വോട്ടുകൾ കിട്ടേണ്ടത് കോൺഗ്രസിനല്ലേ? കോൺഗ്രസ് അല്ലേ നിങ്ങൾ പറയുന്നത് പോലെ കൂടുതൽ ശക്തരായ സ്ഥാനാർത്ഥികൾ? പക്ഷേ എന്നിട്ടും BJPക്ക് കിട്ടുന്നെങ്കിൽ ജനങ്ങൾക്ക് കൃത്യമായിട്ടറിയാം ആരാണ് പൂരം കലക്കിയതെന്നും ആരാണ് അതിന് പിന്തുണ കൊടുത്തതെന്നും ആരാണ് ഇവിടുത്തെ ക്ഷേത്രങ്ങളുടെ കൂടെയും അതുപോലെ തന്നെ ദേശസ്നേഹത്തിൻ്റെ കൂടെയും ഉള്ളതെന്ന് ജനങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് സുരേഷ് ഗോപി ജയിച്ചത്. അതല്ലാതെ തൃശ്ശൂർ പൂരം കലക്കി എന്ന് പറയുമ്പോൾ അന്ന് തന്നെ അല്ലെങ്കിൽ ഇത്രയും നേരം ഈ ജൂൺ 5 വരെ പോലും ഇത് പറയാണ്ടിരുന്ന ഈ കോൺഗ്രസ്സുകാരും അതുപോലെ തന്നെ അതിന് മൗന അനുവാദം കൊടുക്കുകയും ഇപ്പോൾ അന്വേഷണവുമായി വരുന്ന ഇവിടുത്തെ ഇന്റലിജൻസ് മേധാവിയും ADGP ഇന്റലിജൻസ് മേധാവിയും പൂർണ്ണമായ പരാജയമെന്നല്ലേ പറയേണ്ടത്? അല്ലെങ്കിൽ ഇന്റലിജൻസ് മേധാവിയും അവിടെ ഉണ്ടല്ലോ. ഇന്നിപ്പോൾ അന്വേഷിക്കാൻ അദ്ദേഹത്തെ വിടുന്നു. അതാണ് ഏറ്റവും വിചിത്രമായ കാര്യം. അപ്പം ഇന്റലിജൻസ് തകർന്നില്ല എങ്ങനെയാണെങ്കിൽ? അപ്പം ഇതൊന്നുമല്ല സംഭവിച്ചത്. അവിടെ വ്യക്തിപരമായ കാര്യങ്ങളുണ്ടായിരുന്നു. BJPയുടെ വിജയത്തെ താറടിച്ച് കാണിക്കുവാനും ഞങ്ങൾക്ക് BJP വിജയിക്കുമ്പോൾ അത് രാഷ്ട്രീയമായ കാരണങ്ങളെല്ലാം മറിച്ച് മതപരമായ വോട്ടുകൾ കൊണ്ട് മാത്രമേ BJPക്ക് വിജയിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തെറ്റായ പ്രചരണം നൽകുവാനല്ലേ ഇവർ ശ്രമിക്കുന്നത്. വോട്ട് മറിച്ച് വിൽക്കുന്ന കഥ ഞാൻ നേരത്തെ പറഞ്ഞു. ഇവിടെ വോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് മതത്തിൻ്റെ ഭാഗമാകുന്നു. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ ഞങ്ങൾക്ക് എങ്ങനെ വോട്ട് കൂടിയത്? ആലപ്പുഴയിലെ എത്രയോ മണ്ഡലങ്ങളിൽ ഞങ്ങൾക്ക് CPM-നേക്കാൾ വോട്ട് കൂടി. അവർ പോയില്ലേ പല സ്ഥലത്തും 3ാം സ്ഥാനത്തൊക്കെ. ആറ്റിങ്ങലിൽ വോട്ട് കൂടി. ആറ്റിങ്ങലിൽ ഞങ്ങൾക്ക് വോട്ട് കൂടിയില്ലേ BJPക്ക്? അതുപോലെ തന്നെ തിരുവനന്തപുരത്ത് എത്രയോ മണ്ഡലങ്ങളിൽ BJPക്ക് വോട്ട് കൂടി. ഇതൊക്കെ തൃശ്ശൂർ പൂരത്തിൻ്റെ എഫക്റ്റ് ആണെന്നാണോ പറഞ്ഞു വരുന്നത്? അപ്പോൾ ഇതൊന്നുമല്ല കാര്യങ്ങൾ. നിങ്ങൾക്ക് രാഷ്ട്രീയമായി നേരത്തെ പറഞ്ഞതുപോലെ ബ്രാഞ്ച് സെക്രട്ടറി അടക്കം പാർട്ടിയിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയും സംസ്ഥാനത്തെ ബാങ്കുകൾ സഹകരണ ബാങ്കുകൾ അടക്കം കൊള്ളയടിക്കപ്പെട്ട് ഏറ്റവും രീതിയിൽ ഒരു മെച്ചമായ രീതിയിൽ കൊള്ളയടിക്കപ്പെട്ടപ്പോൾ അതിനെതിരെയുള്ള ജനകീയ ബോധം ഒരു തിരഞ്ഞെടുപ്പിൽ രക്ഷപ്പെട്ടപ്പോൾ അത് BJPക്ക് അനുകൂലമായി അതിനെ താറടിച്ച് കാണിക്കുവാനാണ് ഈ തൃശ്ശൂർ പൂരം എന്നുള്ള ഒരു വിഷയം കൊണ്ടുവരുന്നത്. BJPയുടെ വിജയത്തെ ഇവർക്ക് ഒരു രാഷ്ട്രീയമായി നേരിടുവാൻ ശക്തിയില്ലാത്തത് കൊണ്ട് ഇതിനെ മറ്റൊരു രീതിയിൽ ഇവർ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു. അതിനെ മാധ്യമങ്ങളും ശ്രമിക്കുന്നു. നേരെ മറിച്ച് ഇപ്പോൾ ഒരു ബാധ്യതയായ പിണറായി വിജയനെതിരെ ഏതെങ്കിലും തരത്തിൽ തകർക്കുവാനായിട്ടുള്ള ശ്രമവും സ്വന്തം കുടുംബത്തിൽ നിന്നും പാർട്ടിയിൽ നിന്നും ഉണ്ടായോ എന്നുള്ള സംശയമാണ് ഞാൻ ആദ്യമേ മുന്നോട്ട് വെച്ചത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഏജൻസിക്കും മറ്റൊരു മന്ത്രിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇത്തരത്തിലുള്ള ഒരു അന്വേഷണം പോലും ഇല്ലാതെ അവിടെ പ്രഭാവർമ്മയും മനോജും ഉണ്ടായിട്ട് പോലും അദ്ദേഹത്തോട് തിരിച്ചൊന്ന് ചോദിക്കുവാൻ ഞാൻ മനസ്സിലാക്കുന്ന ഒരു ഹിന്ദുവിൻ്റെ റിപ്പോർട്ടർ തിരിച്ച് ക്രോസ് ചെക്ക് ചെയ്യും. PR ഏജൻസി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ തിരിച്ചിടുന്ന ഒരു പത്രമായി ഹിന്ദുവിനെ ഞാൻ കാണുന്നില്ല. അങ്ങനെയാണെങ്കിൽ ആ പത്രത്തെ ഇന്നേ നിർത്തേണ്ട കത്തിച്ച് കളയേണ്ട കാര്യമായി. കാരണം ഇത്രയ്ക്കും ഒരു പത്രധർമ്മം ഇല്ലാത്ത മാധ്യമ ശ്രദ്ധയില്ലാത്ത ഒരു പത്രത്തെ എങ്ങനെയാണ് ഒരു ദിനപത്രം എന്ന് വിളിക്കുന്നത്? അവരുടെ മറ്റുള്ള ചരിത്രമൊക്കെ ഞാൻ മനസ്സിലാക്കുന്നത് അവരത്തരത്തിൽ ചെയ്യില്ല എന്നാണ്. ചെയ്തെങ്കിൽ ആ ഉദ്യോഗസ്ഥയെ ആ പത്രപ്രവർത്തകയും പിരിച്ചുവിടണം. അപ്പോൾ ഇതെല്ലാം ഞാൻ മനസ്സിലാക്കുന്നത് സംസ്ഥാനത്ത് ഈ മുഖ്യമന്ത്രിക്കെതിരെയുള്ള ഒരു ഗൂഢാലോചന പാർട്ടിക്കകത്തും ഭരണകക്ഷിക്കകത്തും മന്ത്രിസഭയ്ക്കകത്തുമുണ്ട്. അതിനെ തിരിച്ചു വിടുവാനായിട്ട് മുഖ്യമന്ത്രിക്ക് ഇത്തരത്തിലുള്ള ഒരു എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടാകാം. ഏതായാലും സംസ്ഥാനത്തെ ഭരണം ഇന്ന് ഒരു തകർച്ചയുടെ വക്കിലാണ്. അതുകൊണ്ട് തന്നെ ഗവർണർ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം അനിൽ നമ്പ്യാർ പറഞ്ഞതുപോലെ ഇവിടെ മുഴുവൻ കൊള്ളരുതായ്മയ്ക്കും കള്ളക്കടത്തിനും മാഫിയ പ്രവർത്തനത്തിനും നേരത്തെ ഒരു റിലയൻസിൻ്റെയൊക്കെ കാര്യം പറഞ്ഞപ്പോൾ നമുക്കറിയാം നമ്മളുടെ ഹെൽത്ത് ഡാറ്റ വരെ വിദേശത്തേക്ക് വിറ്റത് സ്വന്തം മകൾക്ക് വേണ്ടിയാണെന്ന് അറിയാൻ ആർക്കറിയാത്തത്? സ്പ്രിംഗിൾ പോലുള്ള കമ്പനിക്ക് രഹസ്യമായിട്ട് ഞങ്ങൾ ഒന്നും നൽകിയില്ല, പണം നൽകിയില്ല എന്ന് പറയുമ്പോൾ അവർക്ക് വേൾഡ് ബാങ്ക് കൊറോണ സമയത്ത് UN നൽകിയ 2000 കോടി രൂപയുടെ വലിയ ഒരു കോൺട്രാക്ട് കിട്ടുവാനായിട്ട് ഈ സംസ്ഥാന സർക്കാർ നൽകിയ ആദ്യത്തെ കോൺട്രാക്ട് ഗുണകരമായി എന്ന് ആർക്കാണ് അറിയാത്തത്? അങ്ങനെ വലിയ കോൺട്രാക്റ്റുകൾക്ക് വിദേശ കമ്പനികൾക്കും സംസ്ഥാനത്തകത്ത് റിലയൻസിനെ പോലുള്ള കമ്പനികൾക്ക് ഇൻഷുറൻസും നൽകിക്കൊണ്ട് മുഴുവൻ കുത്തകകളുടെ ഭാഗമായി പണം
അടിച്ചു മാറ്റുന്ന മണ്ണുമാന്ത്രി യന്ത്രങ്ങളെപ്പോലെ ദിവസവും മണം അടിച്ചു മാറ്റുന്ന ഒരു മെഷീനായി സംസ്ഥാനത്തെ ഭരണകൂടവും മുഖ്യമന്ത്രിയും മാറിയിരിക്കുന്നു. അതുകൊണ്ട് മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ പണമുണ്ടാക്കാം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. ആ മുഖ്യമന്ത്രി കസേരയിലേക്കുള്ള നോട്ടത്തിലാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി, അദ്ദേഹത്തിൻ്റെ അടുത്ത ബന്ധു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിനുള്ള ശ്രമത്തിൽ എങ്ങനെയാണ് മറുകണ്ഠം ചാടി തനിക്ക് മുഖ്യമന്ത്രിയാകുക എന്നുള്ളതായിരിക്കും CPIയുടെ ലക്ഷ്യമെന്ന് ഞാൻ വിചാരിക്കുന്നു. വരും ദിവസങ്ങളാണ് ഇതെല്ലാം കൃത്യമായി പറയേണ്ടത്. ഒരുപക്ഷെ സംസ്ഥാനത്ത് ഭരണമാറ്റത്തിനുള്ള തുടക്കമായേക്കാം ഈ അഴിമതിക്കും ഇത്തരത്തിലുള്ള PR ഏജൻസികളുള്ള ശ്രമം. അതിനുള്ള പലക മാത്രമാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു വഴി മാത്രമാണ് ഈ തൃശ്ശൂർ പൂരവും RSSുമായിട്ടുള്ള കൂട്ടിച്ചേരലും. അപ്പോൾ പറയാം, ഇത് RSS ബന്ധത്തിൻ്റെ പേരിൽ ഞങ്ങളിത് പിരിഞ്ഞു പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പിരിഞ്ഞു പോകാനുള്ള ശ്രമം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്തരത്തിലുള്ള ഭാഗമാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിൽ ഇനി ഭരണമാറ്റം കൂടി ഉണ്ടായേക്കാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.